ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരിക്കൽ തെയ്യത്തിന്റെ ഫോട്ടോ എടുക്കാൻ പോയിരുന്നു. ആ സമയത്ത് അമ്പല പരിസരമൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോഴാണ് ഈ തെയ്യം കളിക്കുന്ന ആൾ കോലമൊക്കെ കെട്ടി ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ വരുന്നത്. ആളുകളൊക്കെ ആകാംക്ഷരായിട്ട് കാത്തിരിക്കുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാഴ്ചയായിരുന്നു. ഏകദേശം 70-80 വയസ്സ് പ്രായമുള്ള ഒരു മുത്തശ്ശി ഇരു കൈകളും കൂപ്പി ഭയഭക്തിയോടെ കണ്ണുമ്പതല്ലാതെ ഈ തെയ്യക്കോലത്തിനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഈ തെയ്യം തുടങ്ങുമ്പോഴേക്കും ആളുകളൊക്കെ വീണ്ടും ഇടിച്ചു കയറി ഈ മുത്തശ്ശി വീണ്ടും പുറകിലോട്ടായി. പിന്നീട് ഞാൻ ആ മുത്തശ്ശി ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. അങ്ങനെ ഈ തെയ്യക്കോലം ആളുകൾക്കൊക്കെ അനുഗ്രഹം കൊടുത്തു തുടങ്ങി. ചെറിയ കുട്ടികളൊക്കെ എടുത്ത് താലോലിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ തെയ്യക്കോലം വീണ്ടും തിരിഞ്ഞ് ആളുകളുടെ ഇടയിലേക്ക് നടന്നു കയറി. ആളുകളൊക്കെ വഴിമാറി കൊടുക്കുന്നു. അങ്ങനെ ഈ തെയ്യക്കോലം നേരെ ചെന്നിട്ടുണ്ട് ഈ മുത്തശ്ശിയുടെ മുന്നിലാണ്. ഈ മുത്തശ്ശിയുടെ മുന്നിൽ ചെന്ന ഉടനെ ഈ തെയ്യക്കോലം നിശബ്ദനാവുകയാണ്. അങ്ങനെ ഒരു അല്പനേരം നിശബ്ദനായി നിന്നുകൊണ്ട് ഈ മുത്തശ്ശിയെ നോക്കി ആ തെയ്യക്കോലം പറയുന്നൊരു വാക്കുണ്ട്, വിഷമിക്കണ്ടാട്ടോ, ആരുമില്ലെങ്കിലും ഞാനുണ്ടാവും, ഈ മുത്തപ്പനുണ്ടാവും. എത്ര മനോഹരമായിട്ടുള്ള വരികളാണല്ലേ. ആ മുത്തശ്ശിയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. ഒരു ദൈവസങ്കല്പത്തിന് ഇതിനേക്കാൾ മികച്ചൊരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം അത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണല്ലേ അത്.